ബിഗ് ബോസ് മലയാളം സീസൺ 6 9ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി ഗസ്റ്റായി ബിഗ് ബോസിന്റെ 1ാം സീസണിന്റെ വിന്നറായ സാബുമോൻ ബിഗ് ബോസ് വീട്ടിലെത്തി. ഈ വിവരം ഇന്നലെ പ്രൊമോയിലൂടെ തന്നെ പ്രേക്ഷകർ അറിഞ്ഞതാണ്. സാബുമോൻ ബിഗ് ബോസ് വീട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെ ടണൽ ടീം പുറത്തുമായി. കാര്യങ്ങൾ ഇങ്ങനെയാണ്. ബിഗ് ബോസ് വീട്ടിലെത്തിയ സാബുമോനെ ഓരോ ടീമുകളും അവരവരുടെ രീതികളിൽ സ്വീകരിക്കാനും ഗസ്റ്റിന്റെ കയ്യിൽ നിന്നുള്ള ടിപ്പ് ലക്ഷ്യമാക്കി ഓരോ കാര്യങ്ങളുമായി മുന്നോട്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു പ്രാഥമിക റൗണ്ട് ബിഗ് ബോസ് വീടൊക്കെ ഒന്ന് കണ്ട് അതിനുശേഷം ബിഗ് ബോസിന്റെ സ്വീകരണവുമെല്ലാം സ്വീകരിച്ച ശേഷം സാബുമോൻ അല്പം ഫ്രീ ആയ സമയത്ത് മറ്റു മത്സരാർത്ഥികൾ അവർ ഭക്ഷണം കഴിക്കാനും മറ്റുമായി പല വഴിക്ക് തിരിഞ്ഞു. ഈ സമയത്ത് ടണൽ ടീം ആയിട്ട് ഇത്രയും ക്ഷീണിച്ചു വന്നതല്ലേ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു റൂം എടുക്കുക, ഏത് റൂം വേണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ടണൽ ടീം അവർക്ക് എന്റർടൈൻമെന്റ് ചാർജാണ് ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മുറിയിൽ സാബുമോനെ കയറ്റാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ സാബുമോൻ ബിഗ് ബോസ് വീട്ടിലെ ടണൽ ടീമിനുള്ളിൽ പ്രവേശിക്കുന്നു. അങ്ങനെ സാബുമോൻ ബിഗ് ബോസ് വീട്ടിലെ ടണൽ റൂമിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. അപ്സരയുടെയും സംഘത്തിന്റെയും അഭ്യർത്ഥന മാനിച്ചാണത്. അങ്ങനെ തീരുമാനിച്ചതോടെ സാബുമോൻ ആ മുറിയിലേക്ക് കയറുകയും, ഓക്കെ, ഞാൻ ഇവിടെ റൂമിൽ താമസിക്കാം, പക്ഷെ ഞാൻ സിംഗിൾ ഒക്യുപ്പൻസിയാണ്, അതുകൊണ്ട് ഇവിടെയുള്ളവരുടെ എല്ലാ അവശ്യ സാധനങ്ങളും എടുത്ത് പുറത്തു കൊണ്ടുപോകുക, ഇനി ഞാൻ പറയുന്നത് വരെ ഇവിടേക്ക് ആർക്കും കയറാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടണൽ ടീമിന് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുകയും അവരുടെ സാധന സാമഗ്രികളെല്ലാം ഗാർഡൻ ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഹൗസ് കീപ്പിംഗിന്റെ സഹായത്തോടെ മാറ്റുകയും ചെയ്തു. അങ്ങനെ ഗസ്റ്റായി എത്തിയ സാബുമോനെ സ്വന്തം റൂമിൽ താമസിപ്പിക്കാനും അങ്ങനെ എന്റർടൈൻ ചെയ്യാനും നടത്തിയ ടണൽ ടീമിന്റെ നീക്കങ്ങൾ അവസാനം അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തുകയായിരുന്നു. എന്നിരുന്നാലും പിന്നീട് അതിവിദഗ്ധമായി അപ്സര അത് ഒരു ടിപ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ അപ്സര വിജയിക്കുകയും ടണൽ ടീമിലെ 4 അംഗങ്ങൾക്കും റൂം ഒഴിഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ടിപ്പ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഹോട്ടൽ ടാസ്കിന്റെ 1ാം ദിവസം വൈകുന്നേരം സാബുമോൻ തിരികെ പോയില്ല എങ്കിൽ ടണൽ ടീം അംഗങ്ങൾ ബിഗ് ബോസ് വീട്ടിന്റെ ഗാർഡനിൽ ഉറങ്ങേണ്ടി വരും എന്ന് സാരം.